കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം ഔഡി A6 ആണ്. 2013 മോഡൽ വണ്ടി, പ്രീമിയം വിത്ത് സൺറൂഫ് എന്നൊക്കെ വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ പോകണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ വീഡിയോ കൂടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. കാരണം നമ്മൾ എത്തിക്കുന്ന വാഹനങ്ങളെല്ലാം നല്ല ടോപ്പ് ക്വാളിറ്റി വാഹനങ്ങളായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ആ സെയിം ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വണ്ടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഔഡി A6. വണ്ടി ഫുൾ കണ്ടുവരാം. അതിനുശേഷം നമുക്കിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകണം ഈ ഒരു വാഹനം ഔഡി A6 ആണ്. 2013 മോഡൽ വണ്ടി. നല്ല കലക്കൻ ബോഡി ഷേപ്പിലും അതേപോലെ തന്നെ യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ സംഭവിക്കാത്ത നല്ല കലക്കൻ വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ ഇത് പ്രീമിയം വിത്ത് സൺറൂഫ് നടക്കുന്ന വാഹനമാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് നോക്കിൻ്റെ ബോഡി ക്വാളിറ്റിയാണ് നോക്കേണ്ടത് കേട്ടോ. ബോഡി ക്വാളിറ്റി നോക്കി എല്ലാം നല്ല നല്ല കലക്കൻ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടിക്ക് പോലും സ്ക്രാച്ചോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത നല്ല നീറ്റ് വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഔഡിയുടെ A6 കേട്ടോ. നല്ല നീറ്റായിട്ട് നിൽക്കുന്ന വണ്ടിയല്ലേ. ഒരു കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളൊന്നും നമുക്കിവിടെ കാണിക്കാനില്ല കേട്ടോ. അതാണ് ഈ വാഹനത്തിൻ്റെ വേറൊരു എടുത്ത് പറയേണ്ട കാര്യം. നമുക്ക് വാഹനത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് പോയേക്കാം. അതിനൊക്കെ തന്നെ എൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. സൺറൂഫും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതേപോലെ നമുക്ക് സൈഡ് പോർഷനിലേക്ക് വീലാർച്ചും എയർ കണ്ടീഷനിലേക്ക് പോയേക്കാം. വീലാർച്ച് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു വീലാർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് കൊണ്ട് ടയേഴ്സ് എത്തുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും നല്ല നീറ്റ് അടിക്കുന്ന ഒരു ബോണറ്റ് നമുക്കിവിടെ കാണാം. സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ലാമ്പിലേക്ക് വരാം. ലാമ്പ് നോക്കാം. ഉണ്ടോ, പൊട്ടിക്ക് ചെറിയൊരു യെല്ലോയിഷ് അത് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഗില്ലൊക്കെ നോക്കാം. ഗില്ലൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ഗില്ല് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും ലാമ്പ് നീറ്റായിട്ടിരിക്കുന്നു. താഴെ നമുക്ക് എയർ ഡാം കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം. ഇവിടെ നമുക്ക് വീലാർസിലേക്ക് വരാം. വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. കുഴപ്പമില്ലാത്ത ഗ്രിപ്പൊക്കെ ടയേഴ്സൊക്കെ തന്നെ അലോയ്സും നീറ്റായിട്ട് ഇരിക്കുന്നു. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ സൺറൂഫ് ശ്രദ്ധിക്കാം. സൺറൂഫ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ നീറ്റായിട്ടിരിക്കുന്ന റൂഫും നമുക്കിവിടെ കാണാൻ പറ്റും. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ നമുക്ക് വീലാർസിലേക്ക് ഒന്ന് പോയേക്കാം. ഈ വീലാർസ് നോക്കാം. വീലാർസ് നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഡിഫോഗേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഔഡിയുടെ ബാഡ്ജിങ് കാണാൻ പറ്റും. A6ൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. അതേപോലെ 2 ലിറ്ററിൻ്റെ ബാഡ്ജിങ് കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. രണ്ട് ഡോറിലേക്കും പോകാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്നു. അങ്ങനെ കാര്യമായിട്ടുള്ള കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ഡോർസിൽ കിട്ടുന്നില്ല. ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡോർ പാഡ്സ് നോക്കാം. നീറ്റായിട്ടിരിക്കും. ഡോർ പാഡ്സ് കാണാൻ പറ്റും. ബാക്കിയുള്ള കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ സീറ്റ്സൊക്കെ ശ്രദ്ധിക്കണം. സീറ്റ്സൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയർ പോർഷൻ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഡാഷ് ബോർഡൊക്കെ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡാഷ് ബോർഡ്സ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ബാക്കിയുള്ള കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ നോബ്സും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ നമുക്കിവിടെ സ്റ്റിയറിംഗ് ശ്രദ്ധിക്കാം. സ്റ്റിയറിംഗിലും കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. 1,18,000 കിലോമീറ്റേഴ്സ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് സീറ്റ്സൊക്കെ ശ്രദ്ധിക്കാം. സീറ്റ്സിൽ ചെറിയൊരു കളർ ചേഞ്ച് കാര്യങ്ങളുണ്ട്. റിയർ ഭാഗമൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. റൂഫ് സൺറൂഫ് ആയാലും നല്ല വർക്കിംഗ് സൺറൂഫ് തന്നെയാണ്. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ച് വണ്ടിയുടെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഡോർസ് കിട്ടുന്നുണ്ട്. സീറ്റ്സ് ശ്രദ്ധിക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. വിത്ത് നമുക്ക് ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റിയറിലെ AC-യുടെ വെൻറ്റും കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കാം. ഉണ്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ ഈ ഒരു ഔഡി A6ൻ്റെ കണ്ടത്. ഇനി നമുക്ക് എൻജിൻ ഭാഗവും അതുപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഔഡി A6ൻ്റെ ഒരു എൻജിൻ റൂം. എൻജിൻ റൂമൊക്കെ വളരെ നീറ്റായിട്ടിരിക്കുന്ന എൻജിൻ നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ലീക്കേജോ ഡാമേജോ കൂടെ സ്പോട്ട് ചെയ്യാം. വീഡിയോ ഒന്ന് പോസ് ചെയ്യാൻ നമുക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്തെങ്കിലും ഡാമേജൊക്കെ ഇനി നോക്കാം. എഡ്ജൊക്കെ നോക്കാം. എഡ്ജൊക്കെ ശ്രദ്ധിക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഒരു ഡാമേജോ കാര്യങ്ങളോ നമുക്കിവിടെ ലിഡിലും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്കൊന്ന് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ കീ വന്നേക്കണത്. ഒന്ന് നമുക്ക് ലോങ് പ്രസ് ചെയ്യാം.
അപ്പോൾ ബൂട്ടിൽ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബൂട്ട് സ്പേഷ്യസ് ആണല്ലോ, ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇനി അഡ്ജസ്റ്റിലേക്ക് നോക്കാം. അഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കാം. ആണോ, നല്ല നീറ്റായിരിക്കുന്ന അഡ്ജസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ബൂട്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഓഡി A6 കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇനി റേറ്റിലേക്കാണ് കിടക്കേണ്ടത്. റേറ്റിലേക്ക് കിടക്കുന്നേക്കാവുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഓഡി A6-ൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 14.50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14,50,000 റുപ്പീസാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ വോയിസോ കാര്യങ്ങളൊക്കെ ഇടാം. എനിക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു ഓഡി A6-ൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.